സുനിതാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചീരത്തോരനുമായിട്ടാണ്. ഞങ്ങൾക്കിവിടെ ചീരയൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ തോരൻ വെക്കുന്നത് കാണിക്കാവുന്ന. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ചീരത്തോരന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം. ചീര ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള 3 എണ്ണം, പച്ചമുളക് 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി 2 അരിയാണ്, കറിവേപ്പില ആവശ്യത്തിന് വേണം. പിന്നെ ഇത് ഇത്രയും തേങ്ങ, അരമുറി തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ വേണം, ഉപ്പ്. അപ്പം നമുക്ക് ഇനി എന്താ വെച്ചാൽ അടുപ്പ് കത്തിക്കാം. ഞാനിവിടെ ചൂടായിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. മൂന്ന് കണ്ട് കരിയാപ്പില ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഒരു മയമായി വരുമ്പോഴത്തേക്കിന് വഴന്ന് വന്നിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുക്കാമേ. തീർച്ചയായും രണ്ടും കൽപ്പിച്ചാണ് ചീരത്തോരൻ ഉണ്ടാക്കുന്നത്. ചീര കിട്ടിയപ്പോഴേ പറഞ്ഞത് ഞാനാണ് തോരൻ വെക്കുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം ടേസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചീര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇത് വെള്ളമില്ലാത്ത ചീരത്തോരനാണ്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇതിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഇതൊന്ന് അടച്ചു വെക്കട്ടെ. നമുക്ക് തുറന്ന് നോക്കാമേ. ഇളക്കി കൊടുക്കാം. നമുക്ക് ഒട്ടും വെള്ളം ചേരാത്തതാണ്. ഇടയ്ക്ക് ഇളക്കി ഒന്ന് കൊടുക്കണം. നമ്മുടെ ചീരത്തോരൻ വെന്ത് വന്നിട്ടുണ്ട്. ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ചെറുച്ച ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല സൂപ്പറായിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്.